വാട്സ്ആപ്പ് യൂട്യൂബ്, ഞാൻ അദർശ്ബെന്നി. ഇപ്പം പുറത്ത് നല്ല മഴയുണ്ട്. അതിൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ ഈ മഴയത്ത് വേറെ റിവ്യൂ വീഡിയോ എടുക്കാനും പിന്നെ വേറെ DIYs ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് എൻ്റെ സൈക്കിൾ ടയർ പഞ്ചറായത് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ, അതായത് കൊറോണ ടൈം തുടങ്ങിയപ്പോൾ ഈ സൈക്കിൾ ഞാൻ ഓടിക്കാറില്ല. അപ്പോൾ അങ്ങനെ ബാക്ക് ടയർ പഞ്ചറായിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് ടയർ പഞ്ചറെടുക്കുന്ന വീഡിയോ ഇടാണ്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. വലിയ ഇൻട്രസ്റ്റിംഗ് കണ്ടൻ്റ് ഒന്നും ആയിരിക്കില്ല. എന്നാലും ലോക്ക്ഡൗൺ സമയത്ത് കുറേ പേരുടെ സൈക്കിൾ പോലെ പഞ്ചറായി കാണുമല്ലോ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ലാഗി ഉണ്ട്, സ്റ്റിയറിംഗ് ഇട്ട ലാഗി. ഇവൻ്റെ വണ്ടിയിൽ ആൾട്ടോയിൽ നമ്മൾ സ്റ്റിയറിംഗ് വീൽ ഇട്ടത്. അവനവിടെ എന്താ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് മൈൻഡ് ആക്കണ്ട. നമുക്കിപ്പോൾ പഞ്ചർ ടീമിലോട്ട് പോകാം. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കുക. അത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഇന്ന് വേറൊരു കോണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കോണ്ടൻറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമോട്ടീവ് ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ പഞ്ചറൊട്ടിക്കുന്ന ഭാഗമായി സൈക്കിൾ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ്, വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട്, ക്ഷമിക്കണം. ഇവിടെ അത്യാവശ്യം ക്ലിയറിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും വീഡിയോ ക്ലാരിറ്റി പൊടിക്ക് കുറവുണ്ടാകുന്നത്. ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് സൈക്കിൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് ആദ്യം വെക്കണം. എന്നിട്ട് നിങ്ങളുടെ സാധാ ലോക്ക്, അതായത് സാധാ നട്ടുള്ളതാണ്, സ്പാനർ വെച്ച് വീൽ ഊരണം. എൻ്റെ ഫ്രണ്ടിൽ നെട്ടും ബാക്കിൽ ക്വിക്ക് റിലീസാണ്. പൊതുവേ നേരെ തിരിച്ചാണ്. ഇതെൻ്റെ റിമ്മ് ഒരു പ്രാവശ്യം ബെൻഡായിരുന്നു. അപ്പോൾ അത് മാറ്റി. പിന്നെ ഇത് ഫ്രണ്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പം മറ്റേത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഇത് ഞാൻ ക്വിക്ക് റിലീസ് കളഞ്ഞിട്ട് സാധാ വെച്ചതാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ എൻ്റെ ക്വിക്ക് റിലീസാണ് ഈ ഐറ്റം. അപ്പോൾ ഇത് ഒരു കൈനെ കൊണ്ട് ഊരാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളത് എനിക്ക് ഫസ്റ്റ് ടൈം ഊരാൻ പറ്റില്ല. ഞാൻ ഒന്ന് ഊരി ഇപ്പോൾ കാണിച്ചു തരാം. ഈ ലിവറില്ലേ, ഇത് നല്ല ഫോഴ്സിൽ, എൻ്റെ ഇപ്പം റൈറ്റ് ഹാൻഡിൽ ക്യാമറ എന്താ ക്യാമറ ലൂസാക്കി വെച്ചത്. നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നല്ല ഫോഴ്സിൽ നിന്ന് ഇവിടുന്ന് വലിച്ചാൽ മതി. അപ്പം നമ്മുടെ അത് രണ്ട് സൈഡും ലൂസായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന്, അതായത് ഗിയറുള്ള സൈക്കിളിലെ ഈ സംഭവം ഒന്ന് പുറകോട്ടാക്കുക. എന്നിട്ട് വീല് പൊക്കുക. എന്നിട്ട് ചെയിൻ മാറ്റുക. ഇപ്പോൾ നമുക്ക് വീൽ ഊരിക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചർ ഒട്ടിക്കാൻ പോവാം. ഇതാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. ഒരു പഴയ ട്യൂബ് വേണം, പിന്നെ ഒരു സൈക്കിൾ പമ്പ് വേണം, അത് ഓബിയസ്. പിന്നെ ഒരു ഫെവി ബോണ്ട് വേണം. ഫെവി ബോണ്ട് അല്ലെങ്കിൽ സൈക്കിൾ കടയിൽ പോയാൽ പഞ്ചർ ഒട്ടിക്കുന്ന തന്നെ വേറെ തന്നെ ഗ്ലൂ ഉണ്ട്, അത് കാണാനും മതി. ഫെവി ബോണ്ടാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മറ്റേതിന് 15 രൂപയുള്ളൂ, ഇതിന് കുറച്ച് കാശ് കൂടുതലുണ്ട്. അത് മാത്രമാണ് നെഗറ്റീവ്. ഒരു സാൻഡ് പേപ്പർ വേണം. സാൻഡ് പേപ്പറിൽ എന്തെങ്കിലും ഒരു ഹാർഡ് സർഫേസ് മതി. ഒന്ന് ട്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു കത്രിക വേണം ട്യൂബ് മുറിക്കാൻ വേണ്ടി. 2 സ്പാനർ അല്ല സത്യം പറഞ്ഞാൽ വേണ്ടത്. ടയർ ഊരാനുള്ള ടൂളുണ്ട്, അതിന് 15 രൂപയാണ് ഉള്ളത്. അതിപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ എവിടെയാണുള്ളത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്പാനർ ഉപയോഗിക്കുന്നത്. ഈ MTBൻ്റെ ഒക്കെ ടയറല്ലേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്ന ടൈപ്പ്, ഇതിനൊന്നും സത്യം പറഞ്ഞാൽ ടൂളിൻ്റെ ആവശ്യം മോസ്റ്റ് കേസുകളിൽ വരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്, ചില കേസുകൾ മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ സാധാ സൈക്കിളിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മറ്റ് ടൂളില്ലാണ്ട് നടക്കില്ല, സ്പാനർ ഇട്ടൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ ഞാൻ തൽക്കാലം സ്പാനർ ഇട്ട് MTBൻ്റെയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഊരണം നോക്കാം. അപ്പോൾ നമുക്ക് ടയർ ഊരാൻ വേണ്ടി ഒരു സ്പാനർ ഒരു വീലിൽ കയറ്റി വെക്കുക. ട്യൂബിൽ തട്ടാൻ നോക്കണേ, നമുക്ക് കാണാൻ പറ്റും ട്യൂബ് എവിടെയാണ്. എന്നിട്ട് പറഞ്ഞു മറ്റേ വീലിൽ. ശരിക്കും സ്പാനർ അല്ല വേണ്ടേ, മറ്റേ സാധാരണ ട്യൂബാണ് വേണ്ടത്. ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ടയറിന്റെ ഒരു ബീഡിങ് ഫുൾ ഊരുന്നുണ്ട്. ഇപ്പോൾ ടയർ ഫ്രീ ആയി. നമുക്ക് ടയർ ഫുൾ ഊരിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഈ വാൽവ് എടുത്ത് പുറത്തെടുക്കുക. ഇത് ചില സമയത്ത് സ്റ്റക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടിച്ച് ഇത് പുറത്താക്കണം. നമുക്ക് അതൊരു കാര്യം ചെയ്യാം, ടയർ മൊത്തം ഊരി മാറ്റി വെച്ചേക്കാം. ടയർ നമ്മൾ മാറ്റി വെക്കും. ഇനി ഇത് പുറത്തെടുക്കാൻ നോക്കാം. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. ആ ട്യൂബ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാറ്റടിച്ചിട്ട് ഇതെവിടെ പഞ്ചർ നോക്കാം. നമ്മളിപ്പോൾ ട്യൂബ് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കാറ്റടിച്ചിട്ട് എവിടെ പഞ്ചർ നോക്കാം. അതിന് സംഭവത്തിലാണ് കാറ്റടിക്കുക. എന്നിട്ട് ഈ ബക്കറ്റ് വെള്ളം കിട്ടും. വെള്ളത്തിനകത്ത് ട്യൂബ് ഇടുക.
ഇത് ഓൾറെഡി പഞ്ചർ ഒട്ടിച്ചു. അപ്പോൾ ഇവിടെ തന്നെയാണോ അറിയില്ല. നമുക്ക് ആദ്യം ഫസ്റ്റ് അത് നോക്കാം. അവിടെ ബബിൾസ് വരുന്നില്ല. ഇതെങ്ങനെ എവിടുന്ന ബബിൾസ് വരുന്നത് വരെ കറക്കിക്കൊണ്ടിരിക്കുക. പഞ്ചർ കിട്ടി ആണല്ലേ. അപ്പം ഇവിടെ നിന്നാണ് ബബിൾസ് വരുന്നത്, കാണാൻ പറ്റും. അപ്പം ഇവിടെ എനിക്ക് ഒരുമാതിരി പണി പാളിയ അവസ്ഥയാണ്. കാരണം ഇപ്പം ഇവിടെയാണ് എൻ്റെ പഞ്ചർ, ഈ വാൽവിന്റെ തൊട്ട് സൈഡില്. അങ്ങോട്ട് കാണിച്ചു തരാം. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എനിക്ക് ട്യൂബ് മാറ്റണം എന്നാണ്. അപ്പൊ നിങ്ങളുടെ പഞ്ചർ ഈ വാൽവിന്റെ അറ്റത്തൊന്നും അല്ല, സൈഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ സംഭവം സിമ്പിൾ ആണ്. ഞാൻ ഏതായാലും ഇവിടെ പഞ്ചർ ഒട്ടിക്കാം. ഇത് അധികം കാലം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഏതായാലും പഞ്ചർ ഒട്ടിച്ച് നോക്കാം. ഇത് കടയിൽ കൊടുത്താൽ അവർ ട്യൂബ് മാറ്റാനേ പറയത്തുള്ളൂ. നമുക്ക് ഏതായാലും നോക്കാം. പിന്നെ നമ്മൾ പഞ്ചർ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കി ഇവിടെ ഒന്ന് സാൻഡ് ചെയ്യണം. അപ്പം ഇവിടെ ആയിട്ടാണ് നമ്മുടെ പഞ്ചർ ഉള്ളത്. ഇത് ഇപ്പം ഇവിടെ ഒന്ന് സാൻഡ് ചെയ്യണം. ഞാൻ പണ്ട് സൂപ്പർ ഗ്ലൂ വെച്ചൊക്കെ പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂവും മറ്റേ ഇലക്ട്രിക് ടേപ്പ് ഒക്കെ വെച്ചിട്ട് അത് 2 കൊല്ലമൊക്കെ പഞ്ചർ നിന്നിട്ടുണ്ട്. അപ്പം ഇത് ആ പരിപാടി ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. എൻ്റെ പണ്ടത്തെ റോഡിയോല് നമ്മൾ സാൻഡ് ചെയ്തു. നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് പഴയ ട്യൂബാണ്. ഇത് എവിടെന്നെങ്കിലും നിങ്ങൾ ഒപ്പിക്കണം. ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതും സാൻഡ് ചെയ്യണം. ഇതൊക്കെ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ട്യൂബ് ഉണ്ടല്ലോ, അപ്പൊ അതിനൊരു ചെറിയ ഷേപ്പ് ഇട്ട് കൊടുക്കും. ഇവിടെ പഞ്ചറുള്ള ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ഈ സ്പോട്ടിൽ പഞ്ചർ ഒട്ടിച്ച് എത്ര കാലം നിൽക്കുന്നൊന്നും ഒരു ഉറപ്പില്ല. നിങ്ങളുടെ സാധാ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് നല്ല 8 പണി കിട്ടിയോണ്ടാണ്. ഇനി ഇത് എത്ര കാലം നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് തൽക്കാലത്തേക്ക് ഒട്ടിക്കാം. ഇപ്പം നമ്മുടെ ഷേപ്പ് വർക്കായി. ഇനി നമുക്കിത് ഉണക്കണം. ഉണക്കാൻ വേണ്ടി തുണി വെച്ച് തുടയ്ക്കാം. അത് നന്നായിട്ട് ഉണങ്ങി വർക്കാക്കുക. എന്നിട്ട് നമുക്ക് പെവി ബോണ്ട് എടുക്കാം. പെവി ബോണ്ട് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കടയിൽ കിട്ടുന്ന സാധനം മേടിച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ പെവി ബോണ്ട് ഉള്ളത്. ഇനി ഇവിടെ കുറച്ച് തേച്ച് വെക്കാം. ഇതിൻ്റെ മേലെയും കുറച്ച് തേക്കാം. ഇതൊന്ന് പരത്താം. ഇങ്ങനല്ല, സോറി മാൻ, ഇങ്ങോട്ട് ഇത് പരത്താം, ഇതും പരത്താം. ഇനി ഒരു 2 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഒട്ടിക്കാം. കൈയും ട്യൂബിനോട് ഒട്ടിപ്പോണ്ട് നോക്കണേ. കുറച്ച് സമയം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. നമുക്കൊരു 2 മിനിറ്റ് അത് അവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് ആ പഞ്ചർ ഒട്ടിയോ നോക്കാം. അപ്പം നമുക്കിത് മുക്കി നോക്കാം. ഞാനൊന്ന് മുക്കി നോക്കിയ സംഭവം സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ മുക്കിത്തരാം. സംഭവം പഞ്ചർ ഒട്ടി കഴിഞ്ഞു. പിന്നെ ഇവൻ കാണിച്ച പോലെ അത് ഒട്ടിയോന്ന് അറിയാൻ വേണ്ടി പറിച്ച് നോക്കുകയൊന്നും ചെയ്യരുത്. ഇവനിപ്പോൾ പറിച്ച് നോക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമുക്കിനി പഞ്ചർ ഒട്ടിച്ചല്ലോ, ഇനി ട്യൂബ് ഇടുന്നതിന് മുമ്പ് ഈ ട്യൂബ് കംപ്ലീറ്റ് ഒന്ന് സർക്കിൾ അടിച്ച് നോക്കണം. അഥവാ ഇനി എവിടെയെങ്കിലും കൂടെ പഞ്ചറുണ്ട് നമ്മൾ അതിൻ്റെ തൊട്ട് ഊരുണ്ടല്ലോ, അപ്പം നമുക്ക് ആ പരിപാടി ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് മുക്കി നോക്കുക, എവിടെയെങ്കിലും പഞ്ചറുണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടി. അപ്പം നമ്മുടെ ട്യൂബിൽ ഇനി പഞ്ചറില്ല. ഇനി വേറെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റിമ്മിനകത്ത് ഇങ്ങനെ കുറേ ഹോൾസ് ഉണ്ടാവും. ഒരു മിനിറ്റ് എല്ലാം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഹോൾസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ടേപ്പ് അല്ലെങ്കിൽ ഒരു ലൈനിങ് വരും.
അപ്പം എൻ്റെ അതില്ല നിലവിലിപ്പം. അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ സെലോ ടൈപ്പ് വെച്ചിട്ടിരിക്കാൻ പോവാണ്. ഇൻസുലേഷൻ ടൈപ്പാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെ ലൈനിങ് തന്നെ മേടിച്ചിടുന്നേരം എല്ലാം കണക്കാണ്. ഇത് കാരണം ട്യൂബ് ഒന്നും കൂടെ പഞ്ചറാവാണ്ട് നോക്കിയാൽ മതി. പിന്നെ സെലോ ടൈപ്പ് വെച്ചാണ് ആക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഹോൾസടാ ഈ ഗ്യാപ്പ് ഉണ്ടോ ഇവിടെ ചെറിയ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്തതിൻ്റെ ട്യൂബ് ഇടാം, എന്നിട്ട് ടയർ ഇടാം, എന്നിട്ട് നമുക്ക് റൈഡ് പോകാൻ പറ്റൂല സത്യം പറഞ്ഞാൽ. എന്നാലും ഒരു പറയുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ഫ്ലാറ്റിൻ്റെ താഴെ നിന്ന് 2 റൗണ്ട് ഓടിച്ച് കാണിച്ചു തരാം. നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മുടെ സെലോ ടൈപ്പ് ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വാൽവ് ഉള്ള ഹോളില്ലേ, അതായത് ഈ ഹോള് നമുക്ക് തുളയിടണം. സോ കത്രിക എടുക്കുക, തുളയിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അതിനകത്ത് അവിടെ ഒരു കവറിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ആ കവറിങ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം റിമ്മിൻ്റെ പണി ഞാൻ തന്നെ എടുത്തത്. ഈ റിമ്മ് 2ാമത്തെ റിമ്മാണ് എൻ്റെ സൈക്കിളിലെ സ്റ്റണ്ട് യൂസ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് റിമ്മെടുത്ത് ടയർ എടുത്ത് റിമ്മിലിടണം, എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ട്യൂബ് കയറ്റണം. അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇതായിട്ട് ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ നമ്മൾ ടയർ എടുത്തതിന് മുമ്പ് ടയർ റൊട്ടേഷൻ ഉള്ള ടയറാണോ നോക്കണം. അതായത് ഇന്ന റൊട്ടേഷനിലോട്ടാണ് ആ ടയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗ്രിപ്പ് ഉണ്ടാവുക ബ്രേക്കിങ്ങിലൊക്കെ വരുമ്പോൾ. ഇല്ലേ നിങ്ങൾ സാധാരണ റൈഡിങ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും റൊട്ടേഷൻ ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇതിൻ്റെ ഇതാ ഇവിടെ റൊട്ടേഷൻ്റെ ഒരു ആരോ കാണാം. ടയറൊക്കെ മാറ്റാനേ ഈ ഒരു ആരോ കണ്ടോ. അപ്പം ഇങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഈ റിമ്മും ഇങ്ങനെയാണ് പോകുന്നത്. കാരണം ഡിസ്ക് റോട്ടർ എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും അല്ലേ, റൈറ്റ് സൈഡിലായിരിക്കും ചെയ്യും. അപ്പം ഇതിങ്ങോട്ട് കറങ്ങാം. അപ്പോൾ നമ്മുടെ അത് കറക്റ്റാണ്. ഇനി നമുക്ക് റിമ്മിൻ്റെ ടയറിൻ്റെ ഒരു ബീഡിങ് റിമ്മിനകത്തുള്ള ഇങ്ങനെ ഇത് കണ്ടോ, ഈ ഒരു ബീഡിങ് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബീഡിങ് കയറി കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ്. ഇനി നമുക്ക് ട്യൂബ് എടുക്കാം. ട്യൂബ് എടുത്തിട്ട് ആ ഹോൾ എവിടെയാ, ഇവിടെയാണ് ആ ഹോള്. ആ ഹോളിനകത്ത് ഇത് കയറ്റുക. എന്നിട്ട് ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റുക. എന്നിട്ട് ഇവിടുന്നാണ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഉള്ളാക്കിയിട്ട് ഇത് താഴത്തേക്ക് വലിക്കണം. അപ്പൊ ഇവിടെ ലോക്കാവും. നമുക്ക് ഇങ്ങനെ റൗണ്ട് വരാം. ഈ എല്ലാ ടയേഴ്സും ഇത്ര സിമ്പിൾ ആയിരിക്കും അല്ലേ, ചിലത് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് സിമ്പിൾ ആണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഇവിടെ നമുക്ക് സ്റ്റക്കായി. നമ്മൾ ആ ടൈം സ്പാനർ എടുക്കുക. നമ്മൾ റിമ്മ് ടയറിട്ട് കഴിഞ്ഞു. ഇനി കാറ്റടിച്ചാൽ മതി, സെറ്റായി. അപ്പം ഞാൻ പറയാനുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും കാണും എൻ്റെ പഴയ സൈക്കിളിനകത്ത് ഞങ്ങൾ ഇതുപോലെ പഞ്ചർ ഒട്ടിക്കാൻ നിന്നായിരുന്നു. അപ്പം ബിബിൻ ചേട്ടാ എന്ന് പറഞ്ഞ ചേട്ടയാണ് ഉണ്ടായിരുന്നത്. പടയെന്ന് ഞാൻ വിളിക്കാറ്. അപ്പോൾ പടയനും ഞാനും കൂടി ഇത് സംഭവം ടയറൊക്കെ തുറന്നു. അപ്പോൾ ആ ടൈം ഈ ടൂളുള്ള കേസൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ സ്ക്രൂ ഡ്രൈവറും മറ്റേ ഫോർക്കും കത്തിയൊക്കെ വെച്ച് ടയർ ഊരിയിട്ട് നോക്കിയപ്പോൾ ഒരു 3 പഞ്ചറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാര്യം ചെയ്തു, ഇത്രയും പഞ്ചറുണ്ടല്ലോ, പുതിയ ട്യൂബ് മേടിച്ചിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയ ട്യൂബ് മേടിച്ചു. പുതിയ ട്യൂബ് ഈ സെയിം സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് ഇട്ടിട്ട് കാറ്റടിച്ചിട്ട് കാറ്റ് കയറുന്നില്ല. പിന്നെ ഊരി നോക്കിയപ്പോൾ ട്യൂബിനകത്തൊരു 6 പഞ്ചർ ഞങ്ങൾ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ കുത്തി കയറ്റിയുണ്ട്. അവസാനം ഞങ്ങൾ കടയിൽ കൊടുത്തിട്ട് അവരുടെ ഇത് പിന്നെ പുതിയ ട്യൂബ് മേടിച്ചിടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്ക്രൂ ഡ്രൈവറിന് യൂസ് ചെയ്യാൻ പാടില്ല, മാക്സിമം മറ്റു ടൂൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ഷാർപ്പില്ലാത്ത എഡ്ജുള്ള എന്തും ഉപയോഗിക്കാം. ഷാർപ്പ് ആവാൻ പാടില്ല, ഈവൻ സ്പൂൺ പോലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ എന്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കാറ്റടിച്ചിട്ട് ഒരു റൈഡ് ഒന്ന് കറങ്ങാം. മഴ ഞാൻ പറഞ്ഞില്ല, നല്ല മഴയാണ്. അപ്പം നമുക്ക് എവിടെയും പോലും നടക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ പഞ്ചർ സെറ്റായി. ഇവൻ സൈക്കിൾ ഓടിക്കുന്നില്ല, ആക്കി സ്കിഡൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലാറ്റിന് താഴെ പോകാൻ പറ്റില്ല, നല്ല മഴയാണ്. കണ്ട, നല്ല മഴയാണ്. അപ്പം പഞ്ചർ ഓക്കെ ആയി, സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടുക,
നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്ടോമോട്ടീവ് കോണ്ടൻസ് ആണ് കൂടുതലുണ്ടാവുക, സൈക്കിളിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Until then, bye.